ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. രേഷ്മ, ഇതിന്റെ എല്ലാം പിന്നില് അവളുണ്ടോന്നറിയണം. ഉണ്ടെങ്കിൽ അവളിൽ നിന്ന് തന്നെ അറിയണം വിഷ്ണുവേട്ടൻ എന്താ പറ്റിയെന്ന്. പറയിക്കണം അവളെ കൊണ്ട്. കാലിനിപ്പോ എങ്ങനെയുണ്ട്? ബാൻഡേജ് അഴിച്ചിട്ടില്ല. നടക്കുമ്പോ ചെറിയ വേദനയുണ്ട്. സാരമില്ല, റെസ്റ്റ് എടുക്കുമ്പോ മാറിക്കോളും. പപ്പിയായിട്ട് ഹോസ്പിറ്റലിൽ കിടന്നപ്പോ ശിവൻ തൊട്ടടുത്ത റൂമിലുണ്ടായിരുന്നു. പപ്പി അവിടെ വെച്ച് ശിവനുമായിട്ട് പരിചയമായതാ. രോഹിത്തിനെ ഗുണ്ടകളിൽ നിന്ന് രക്ഷിച്ചത് അതുകൊണ്ടൊന്നും അല്ല കേട്ടോ. ഒരാളെ എല്ലാരും കൂടെ വളഞ്ഞിട്ട് തല്ലാനൊന്നും ഞാൻ സമ്മതിക്കില്ല. ഒറ്റയ്ക്കൊറ്റയ്ക്ക് നോക്കട്ടെ, ഞാൻ ഇടപെടില്ല. അല്ലാതെ മനഃപൂർവ്വം ഒരാളുടെ തകർച്ചയിൽ സന്തോഷിക്കാനൊന്നും എന്നെ കിട്ടില്ല. അതിപ്പോ സ്വന്തം അച്ഛനാണെങ്കിൽ പോലും ന്യായം ചോദിക്കേണ്ട സ്ഥലത്ത് ന്യായം ശിവൻ ചോദിച്ചിരിക്കും. ഞാൻ അങ്ങനെയാ, എന്റെ ശീലം അതാ. എന്തൊക്കെയാണ് ഇവര് പറയുന്നേ? എനിക്ക് എങ്ങനെ അറിയാനാ സാറേ? ഇയാൾക്കൊന്നും അറിഞ്ഞൂടല്ലോ. എന്തായത്? ഇല്ല, ഒരിക്കലും വിഷ്ണുവേട്ടനായിരിക്കില്ല. ആവരുത്, ആവാൻ പാടില്ല. എന്തായിരുന്നു വിഷ്ണുവേട്ടന് പറ്റിയത്? എന്തൊക്കെയോ എന്നിൽ നിന്നും ഒളിക്കുന്നത് പോലെ എനിക്ക് തോന്നിയിരുന്നു. പക്ഷെ എന്നെ തനിച്ചാക്കി ഇത്രമാത്രം മാറിപ്പോകുമെന്ന് എനിക്കറിയില്ലായിരുന്നു. എന്താ സംഭവിക്കാൻ പോകുന്നെന്ന് എന്നോടെങ്കിലും ഒന്ന് പറയാമായിരുന്നു. ഇത്രയും രഹസ്യങ്ങൾ ഒളിപ്പിക്കാൻ ഞാൻ വിഷ്ണുവേട്ടന്റെ ആരുമല്ലായിരുന്നു. അല്ല, ഇനി എന്താണ് മാഡം നമ്മുടെ അടുത്ത നീക്കം? നിങ്ങൾക്ക് കൂട്ടായിട്ട് എന്നും ഞാനുണ്ടാവും. നിങ്ങളുടെ സഹായം കൊണ്ടാ കേരളത്തിൽ നിന്ന് വന്ന കനകലതയ്ക്ക് ഇവിടെ ഈ ശവസംസ്കാര ചടങ്ങ് നടത്താൻ പറ്റിയത്. നിങ്ങൾക്കപ്പോ ഇതിനുള്ള പണം തന്നത് ആരാണ്? കനകലതാമ്മ നിറയെ പണം കൊടുത്താങ്ക തങ്കமான സ്ത്രീ. മാഡം, ഇവര് പറയുന്നത്? ഇവര് പറഞ്ഞ ഈ തങ്കமான സ്ത്രീയാണ് റസാഖ്, രേഷ്മ. അതിനവൾ നമുക്ക് പിടി തരുന്നില്ലല്ലോ മാഡം. അവളെ ഐഡന്റിഫൈ ചെയ്യാൻ മാരിയപ്പനും സാധിച്ചിട്ടില്ല. ഞാൻ വിശ്വസിക്കില്ല റസാഖ്, അതെന്റെ വിഷ്ണുവേട്ടനല്ല. വ്യക്തമായ തെളിവ് കിട്ടുന്നത് വരെ ഞാനത് വിശ്വസിക്കില്ല. എന്റെ വിഷ്ണുവേട്ടൻ എവിടെയോ ജീവിച്ചിരിപ്പുണ്ട്. ഇനി നമ്മൾ ഇവിടെ നിന്ന് എന്തെങ്കിലും അറിയേണ്ടതായിട്ടുണ്ടോ? രേഷ്മ, ഇതിന്റെ എല്ലാം പിന്നില് അവളുണ്ടോന്നറിയണം. ഉണ്ടെങ്കിൽ അവളിൽ നിന്ന് തന്നെ അറിയണം വിഷ്ണുവേട്ടൻ എന്താ പറ്റിയെന്ന്. പറയിക്കണം അവളെ കൊണ്ട്. നമുക്ക് ശ്രമിക്കാം മാഡം. സഹായിക്കുന്നവരെ ഒരു രീതിയിലും ഇവിടെ ഉള്ളവരാരും നിരാശപ്പെടുത്തി വിട്ട ചരിത്രമില്ല. ഇവിടെ എത്തിപ്പെട്ടവരാരും മറ്റൊരു ജോലി തേടി മറ്റൊരിടത്തേക്ക് പോയിട്ടുമില്ല.
എന്നെ ഇവിടെ കൊണ്ടുവരുന്നത് രാഘവ് സാറാ. അന്നു മുതൽ ഇന്നു വരെ എന്റെ കാര്യങ്ങളൊക്കെ നടന്നിട്ടുള്ളത് ഇവിടെ ഉള്ളവരുടെ കൃപ കൊണ്ട് തന്നെയാ. ഒരു ജോലി എനിക്ക് അത്യാവശ്യമാണ്. വീട് വിട്ടിറങ്ങിയപ്പോ ഞാനത് ചിന്തിച്ചില്ലായിരുന്നു. അത് കഴിഞ്ഞാണ് എവിടെ താമസിക്കും, എങ്ങനെ ജീവിക്കും എന്നൊക്കെ ഉള്ള ചിന്ത ഉണ്ടായത്. ദേ സത്യം വരുന്നുണ്ട്. ആ, ശിവനിപ്പോ എവിടെയാ താമസിക്കുന്നത്? അടുത്തുള്ള ഒരു ലോഡ്ജിലാ. ഞാൻ മുമ്പ് പറഞ്ഞിരുന്നു ഇവിടെ ഒരു ജോലിക്ക് ഒഴിവുണ്ടെന്ന്. പക്ഷേ അതെന്റെ മോൻ വിഷ്ണു ചെയ്തിരുന്ന ജോലിയാ. ഒരല്പം അടിയും തടവും പഠിച്ചവർക്കൊക്കെ അതില് ശോഭിക്കാൻ പറ്റൂ. അല്ല, അക്കാര്യത്തിൽ ഒരു സംശയം വേണ്ട. വിഷ്ണു ബ്രോയുടെ ഒപ്പത്തിനൊപ്പം നിൽക്കുന്ന ആളാ ശിവനും. എന്നെ ആ ഗുണ്ടകളിൽ നിന്ന് രക്ഷിച്ചപ്പോ ഞാൻ ആ പ്രകടനം കണ്ടതല്ലേ. ശിവ, ഒരുപാട് പണം പുറത്തു കിടപ്പുണ്ട്. അത് നീ ഒന്ന് തിരിച്ചു വാങ്ങിച്ചു തരണം. അതിന് ഏത് രീതിയിൽ ശമ്പളം വേണമെന്ന് നീ പറഞ്ഞാ മതി. കമ്മീഷൻ ആണെങ്കിൽ കമ്മീഷൻ, മാസ ശമ്പളമാണെങ്കിൽ അങ്ങനെ. ശിവ, എങ്ങനെയാണെങ്കിലും എനിക്കെന്റെ പണം തിരിച്ചു കിട്ടണം. നീയൊന്നും പറഞ്ഞില്ല. സമ്മതം. ശിവ, ഇനിയൊരു തോൽവി ഉണ്ടായ എനിക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞൂന്ന് വരില്ല. അങ്ങനെ സംഭവിക്കില്ല. ഒരു കാര്യം ഞാൻ ഉറപ്പു തരുന്നു. തണ്ടലിന്റെ ബലം കാണിച്ച് ആരെങ്കിലും പണം തരാതിരുന്ന അതിനെ എങ്ങനെ നേരിടണമെന്ന് ഈ ശിവൻ അറിയാം. നന്നായിട്ട് തന്നെ അറിയാം. ശരി, പിള്ളയോട് ചോദിച്ചാ പണം തരാനുള്ളവരുടെ പേരും തരാനുള്ള തുകയുടെ വിവരങ്ങളും തരും. ആദ്യം അതൊന്ന് ചോദിച്ചു മനസ്സിലാക്ക്. അഡ്വാൻസ് എന്തെങ്കിലും വേണമെങ്കിൽ അതും പിള്ളയോട് ചോദിച്ചാ മതി. ബ്രോ, എനിക്ക് ഈ വീടുമായിട്ട് രക്തബന്ധം പോലും ഇല്ല. പക്ഷേ എന്നിട്ട് ഞാൻ ഈ വീട്ടിലെ ആരൊക്കെയോ ആയി. എന്നെ ഇവിടുത്തെ അച്ഛനും അമ്മയും സ്വന്തം മകനെ പോലെ തന്നെ വളർത്തിയത്. എന്റെ തലതിരിഞ്ഞ പ്രവൃത്തി കൊണ്ട് അവരെ ഞാൻ കഷ്ടപ്പെടുത്തിയിട്ടുണ്ട്, ഒരുപാട് സങ്കടപ്പെടുത്തിയിട്ടുമുണ്ട്. പക്ഷേ അവരായിട്ട് എന്റെ കണ്ണു നിറയാൻ ഇടവരുത്തിയിട്ടില്ല. മാത്രമല്ല, എന്നെ ഞാനാക്കിയതും ഈ വീടാ. പിന്നെ ബ്രോ കൂടെ ഉണ്ടെങ്കിൽ തകർന്നു പോകുന്ന ഈ ബിസിനസ് ഒരു വിധത്തിൽ കരക്കെത്തിക്കാൻ പറ്റുമെന്ന എന്റെ ഒരു വിശ്വാസം. ആ വിശ്വാസം തെറ്റിക്കണ്ട. ഇനി നിങ്ങളോടൊപ്പം ഈ ശിവനും ഉണ്ടാവും. പിന്നെ എനിക്കൊരാളുടെ കീഴിൽ ജോലിയെടുത്ത പരിചയമൊന്നുമില്ല. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ വന്നാ മടിക്കണ്ട, പറഞ്ഞു തന്നേക്കണം. അത് ഞാൻ ഏറ്റു. അപ്പോ ഇന്നു മുതൽ ജോലി ഏറ്റെടുക്കല്ലേ? ഇത് ജോലിയല്ല, ശിവന്റെ താണ്ഡവം.